നമസ്കാരം. 2018 പ്രസിദ്ധപ്പെടുത്തിയ കഥക്കൂട്ടിലെ മാണിക്യം എന്ന എൻ്റെ കുഞ്ഞു കഥകളുടെ പുസ്തകം ശബ്ദാവിഷ്കാരമായി ഉടൻ പുറത്തു വരുന്നു. വിശ്വപ്രസിദ്ധ ശില്പിയായ കാനായി കുഞ്ഞിരാമൻ സാറിനാൽ പ്രകാശിതമായ ഈ പുസ്തകത്തിന് അനുഗ്രഹാശംസകൾ നൽകിയിരിക്കുന്നത് പ്രശസ്ത ചിത്രകാരനായ മനോരമ ആർട്ടിസ്റ്റായ ശ്രീ മോഹൻ സാർ, മംഗളം ചിത്രകാരനായ സുരേഷ് സാർ, എൻ്റെ ചിത്രകലാധ്യാപകനായ ശ്രീ ഹരിനാരായണൻ, ഡോക്ടർ വത്സരൻ നായർ, തിരുവനന്തപുരം റിട്ടയർഡ് ഇലക്ട്രിസിറ്റി ഓഫീസറായ ശോഭ മാതാജി, ചിത്രകാരനായ ശ്രീ കൃഷ്ണകുമാർ ഭായിജി, ബ്രഹ്മകുമാരി ശിശ്രീയ വിശ്വവിദ്യാലയത്തിൻ്റെ തിരുവനന്തപുരം ശാഖയുടെ മുഖ്യപ്രശാസികയായ ശ്രീ മിനി സിസ്റ്റർ, ചിത്രകാരനായ ജോർജ് സാർ, കാനായി സാറിൻ്റെ സഹധർമ്മിണിയായ നളിനിയമ്മ തുടങ്ങിയവരാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കായി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു കഥക്കൂട്ടിലെ മാണിക്യം. ആമുഖം. നമ്മൾ പലരോടും സംസാരിക്കാറുണ്ട്, നമ്മളോടും. എന്നാൽ കുറച്ച് കുഞ്ഞു കഥാപാത്രങ്ങൾ കഥയായി, ആശയങ്ങളായി, ചിത്രങ്ങളായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. സമൃദ്ധികൾക്കിടയിലിരിക്കുമ്പോഴും ബന്ധുമിത്രാദികളാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴും എനിക്കാരുമില്ലേ, ഞാൻ പറയുന്നത് കേൾക്കാൻ, എന്നോട് സംസാരിക്കാൻ, എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് വിലപിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈശ്വരൻ്റെ രചനകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിക്കൊള്ളട്ടെ, ശബ്ദിക്കുന്നതോ ചലനമറ്റതോ ആയിക്കൊള്ളട്ടെ, അവ പലതും നമുക്ക് അറിവ് പകരുകയും ഉത്സാഹമുണർത്തുകയും ഇടയ്ക്ക് കണ്ണു നനയിപ്പിക്കുകയും നേരം പോക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ദത്താത്രേയനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ വിരളമായിരിക്കും. 24 ഗുരുക്കന്മാരുണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തിന്. കാക്കയും പട്ടിയും എട്ടുകാലിയും ഭൂമിയും കുഞ്ഞുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിരുന്നു. കയ്യിലൊരു ചൂരൽവടിയും പിന്നിലൊരു കറമ്പൻ ബോർഡും വെച്ചല്ല ആ ഗുരുക്കന്മാരാരും തന്നെ ദത്താത്രേയന് വിദ്യ ഉപദേശിച്ചത്. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് ഒരു ഇതിഹാസം പിറവിയെടുത്തേക്കാം. എന്നാൽ ഇവിടെ കുറിക്കുന്ന കുറച്ച് വരികളിൽ നിന്നും നിങ്ങൾക്കായി ഞാൻ കുറച്ച് കഥകൾ തരികയാണ്. ബാക്ടീരിയയും തീപ്പെട്ടിക്കോലും എറുമ്പും നീർക്കോലിയും മാണിയും പൂവുമൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഒതുങ്ങി നിന്ന് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ അതിൽ നിന്ന് നന്മയുടെ ഒരു പ്രകാശകിരണമെങ്കിലും ആരിലെങ്കിലും എത്തിയാൽ, അത് അഗ്നിയായി കത്തിപ്പടർന്നാൽ നന്മയുടെ ലോകം സ്വപ്നം കാണുന്ന എല്ലാവരെയും പോലെ ഞാനും കൃതാർത്ഥനാകും. നന്മകൾ നേർന്നുകൊണ്ട് കൊച്ചു ജീവികൾക്കിടയിലേക്ക്, അചര കഥാപാത്രങ്ങൾക്കിടയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വി.കെ. സുഭാഷ്. ചെറിയവർ എങ്ങനെ വഴി നടക്കണമെന്ന സന്ദേശവുമായി രാഷ്ട്രീയക്കാർ നടത്തിയ വിരസമായ ജാഥയ്ക്കരികിലൂടെ പോയ ഉറുമ്പിൻ കൂട്ടങ്ങളെ ആര് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ കാരണം അവർക്ക് ഉച്ചഭാഷിണിയോ ഉഗ്രശരീരമോ ഇല്ല എന്നതായിരുന്നു. അതിര് ചന്ദ്രനിലും സ്ഥലം വാങ്ങിയതിൻ്റെ ആഹ്ലാദാഹങ്കാരത്താൽ അവിടെ പണിയാനുള്ള വീടിൻ്റെ സ്കെച്ച് തൻ്റെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭൂമി ഒന്ന് നടുവളച്ച് നിവർത്തിയത്. പിന്നെ അയാളിരുന്ന വീടും പരിസരവും ഭൂപടത്തിൽ നിന്നേ മാറ്റപ്പെട്ടിരുന്നു. വികസനം പ്രാപിക്കാത്തവർ. വണ്ടി ആക്സിഡൻറ്റ്. തോമ നിണമണിഞ്ഞ് മണിക്കൂറുകളായി റോഡിൽ കിടക്കുകയാണ്. 2 വീലറിൽ നിന്നും തെറിച്ചു വീണപ്പോൾ തോമ ചെന്ന് വീണത് ഒരു കുഞ്ഞുറുമ്പിൻ്റെ മുകളിൽ ആയിരുന്നു. അതിൻ്റെ 4 കാലും ഒടിഞ്ഞ് നടക്കാനാകാത്ത സ്ഥിതിയിൽ കിടന്നുവെങ്കിലും നിമിഷത്തിനകം അതിലും ചെറിയ ഒരു ഉറുമ്പ് വന്ന് അവനെ തോളത്തിട്ട് അതിൻ്റെ കൂട്ടിലേക്ക് യാത്രയാകും മുമ്പ് തോമ അതിശയത്തിൽ നോക്കിയത് കണ്ട് കുഞ്ഞുറുമ്പ് പറഞ്ഞതിങ്ങനെയായിരുന്നു: ജനാധിപത്യവും രാഷ്ട്രീയവും നിയമങ്ങളുടെ പഴുതുകളും ഇൻഷുറൻസ് കമ്പനികളും ഇപ്പോഴും ഞങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടില്ല. സംഘം. അടുക്കളയിൽ ആധുനികത കിടം കിട്ടിയപ്പോൾ അരകല്ലും അമ്മിക്കല്ലും ഉരലും ഉലക്കയുമെല്ലാം അടുക്കളയുടെ മൂലയിലേക്ക് മാറ്റപ്പെട്ടു. ഒരു നാൾ ചിലന്തി വല കൂടുകൂട്ടിയ വല്യേട്ടന്മാരുടെ മുഖത്ത് നോക്കി മിക്സിയും ഗ്രൈൻഡറും പരിഹാസിച്ചിരിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ തടിച്ചിക്കൊച്ചമ്മ തലചുറ്റി വീണു. ആശുപത്രിയിൽ നിന്നും മടങ്ങി വന്ന അവർ ഡംബൽസും വെയിറ്റിംഗ് ലിഫ്റ്റും ഒക്കെ എടുത്തുയർത്തുകയും കിതയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അടുക്കളയിലെ വല്യേട്ടന്മാർ മിക്സിയോടും ഗ്രൈൻഡറിനോടും പറഞ്ഞു: കണ്ടോടാ സംഘത്തിൻ്റെ ഗുണം, നിങ്ങളെപ്പോലെ കൂവാനും കരയാനും നമ്മുടെ കൊച്ചമ്മയും പഠിച്ചു. തടിയുടെ വലിപ്പം. ആനമാർത്താണ്ടൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നും
കഷ്ടിച്ച് ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ട ഉറുമ്പ് ഗോപാലൻ ചെന്ന് വീണത് ബാക്ടീരിയ കുഞ്ഞുഞ്ഞിൻ്റെ മുകളിലാണ്. നാശം. ഓരോ പൊണ്ണത്തടിയന്മാർ കാരണം ജീവികൾക്ക് വഴി നടക്കാൻ വയ്യ. കുഞ്ഞൂഞ്ഞിൻ്റെ സങ്കടം കേട്ടപ്പോൾ ഉറുമ്പ് ഗോപാലന് സത്യത്തിൽ സന്തോഷമാണ് ഉണ്ടായത്. തൻ്റെ തടിയെയും ചുവടുകളെയും ഭയക്കാനും ജീവികളുണ്ട്. എങ്കിലും എളിമ ഭാവിച്ച് വാത്സല്യത്തിൽ ഗോപാലൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വലിയ ആൾക്കാർ നടക്കുന്ന വഴിയെ നടക്കേണ്ടി വരുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഗംഭീരം. സാധനങ്ങൾ തിരഞ്ഞ് അയാൾക്ക് മടുത്തിരുന്നു. അവസാനം അയാൾ ആ മെഷീൻ കണ്ടുപിടിച്ചു. ലോകത്തെ കിടുക്കി വിറപ്പിക്കാൻ കഴിവുള്ള ആ യന്ത്രം. തന്നെ സംബന്ധിക്കുന്ന ഏതൊരു സാധനത്തിൻ്റെ പേരോ ചിത്രമോ മെഷീനിൽ രേഖപ്പെടുത്തിയാൽ ആ സാധനം എവിടെ ഇരിക്കുന്നോ അത് അവിടെ ഇരുന്ന് ഉച്ചത്തിൽ അറിയിക്കും: യെസ് സാർ, ഞാൻ ഇവിടെ ഉണ്ട്. കണ്ടുപിടുത്തം ഗംഭീരം. പക്ഷെ ഒരു ചെറിയ കുഴപ്പം: ഉണ്ടാക്കിയ മെഷീൻ എവിടെ വെച്ചു എന്ന കാര്യം അയാൾ മറന്നേ പോയി. ഞാൻ കുതിച്ചുയരുന്ന തിരമാലകളെ നോക്കി കടൽ തീരത്തെ കടകളിൽ ഒന്നിൻ്റെ മുമ്പിലിരിക്കുന്ന സോഡാപ്പെട്ടിക്കകത്തെ കുപ്പിക്കുള്ളിലിരുന്ന് സോഡാ വാട്ടർ പറഞ്ഞു: ആരെങ്കിലും എൻ്റെ ഈ അടപ്പൊന്ന് തുറന്നു തരുമോ? ഒറ്റ കുതിപ്പിന് ആകാശം തൊട്ട് തിരികെ വരാം ഞാൻ. അല്പം കഴിഞ്ഞ് കടയിൽ വന്ന ഒരാൾ സോഡാ കുപ്പിയുടെ കഴുത്തിന് പിടിച്ച് തല തെറിപ്പിച്ച് സോഡാ വാട്ടർ ഒരല്പം വായിലേക്ക് ഒഴിച്ചിട്ട് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞുകൊണ്ട് കടക്കാരനോട് പറഞ്ഞതിങ്ങനെയായിരുന്നു: ഗ്യാസില്ലാ സോഡയുടെ പരിപാടി ഇനിയും താൻ നിർത്തിയില്ലേ? ഇത് കേട്ട് സോഡാ വാട്ടർ തൻ്റെ വിളറിയ മുഖം ചില്ലുകുപ്പിയുടെ ഓരങ്ങളിൽ ഒളിപ്പിക്കാൻ പാടുപെടുകയായിരുന്നു. തനിച്ച്. അയാളുടെ ആദ്യ യുദ്ധമായിരുന്നു. പക്ഷേ ഏറ്റുമുട്ടേണ്ടി വന്നത് ഒരു മഹായോദ്ധാവിനോട്. സേനാപതിയുടെ മകനായ അയാൾക്ക് പലപ്പോഴും ചുവട് പിഴച്ചു. എതിരാളിയുടെ വാൾത്തുമ്പിന് താഴെ മരണത്തെ മുഖാമുഖം കണ്ട് തറയിൽ കിടന്നപ്പോൾ കണ്ടു തൊട്ടടുത്ത് ആരോടോ പടവെട്ടുന്ന അച്ഛനെ. താൻ മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ രക്ഷിക്കാതെ അച്ഛൻ മറ്റാരോടോ പോരാടുന്നു. നിരാശപ്പെട്ടെന്ന് വാശിയായി മാറി. ശത്രുവിൻ്റെ വാൾത്തുമ്പിൽ നിന്നും ഉരുണ്ടുമാറിയ അയാൾ ശത്രുവിൻ്റെ വാൾ ചവിട്ടിത്തെറിപ്പിച്ചു. തുടർന്ന് നേർക്ക് നേരെയുള്ള മല്ലയുദ്ധം. കിട്ടിയും കൊടുത്തും സൂര്യൻ മറയും മുമ്പ് അയാൾ ശത്രുവിനെ ഒരു വിധത്തിൽ യമപുരിക്കയച്ചു. അന്ന് രാത്രി കൂടാരത്തിൽ മുറിവുകളിൽ വൈദ്യർ പുരട്ടി കൊടുത്ത മരുന്ന് ശരീരത്തിലേറ്റ് അങ്ങനെ കിടക്കുമ്പോൾ സേനാപതി മകനരികിലെത്തി. അച്ഛൻ്റെ സമീപ്യമറിഞ്ഞതും അയാൾ കണ്ണുകൾ കൂടുതൽ ഇറുക്കിയടച്ചു. കുറച്ചു നേരം മകൻ അടുത്തിരുന്ന് മുറിവുകൾ പരിശോധിച്ചിട്ട് അയാൾ തിരിച്ചു നടന്നു. അടുത്ത ദിവസം കൂട്ടുകാരൻ അയാളോട് ചോദിച്ചു: നിന്റെ അച്ഛനെവിടെ? അറിയില്ല, അയാൾ താല്പര്യമില്ലാതെ പറഞ്ഞു. മരണത്തിന് മുമ്പിലായിരുന്നു ഇന്നലത്തെ ദിവസം മുഴുവൻ ഞാൻ. മഹാരഥിയാണത്രേ. ഞാൻ വാൾത്തലപ്പിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും വേറെ ആരോടോ യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് രാത്രിയിൽ കൂടാരത്തിൽ കയറി വന്നു. ഞാൻ കണ്ടതായി പോലും നടിച്ചില്ല. സേനാപതിയുടെ മകൻ്റെ ക്രോധത്തിലുള്ള മറുപടി കേട്ടപ്പോൾ സുഹൃത്ത് അവൻ്റെ തോളിൽ പതുക്കെ തട്ടി. പിന്നെ പറഞ്ഞു: നീ നിന്നെ രക്ഷിക്കാതെ മറ്റൊരാളോട് യുദ്ധം ചെയ്യുന്ന നിൻ്റെ അച്ഛനെയാണ് കണ്ടത്. എന്നാൽ ഇന്നലെ മുഴുവൻ നിൻ്റെ അച്ഛൻ നിൻ്റെ ചുറ്റിനുമുണ്ടായിരുന്നു. മഹായോദ്ധാവിൻ്റെ സൈന്യത്തിലുള്ളവർ നിന്നിലെത്താതെ അവരെ ഇല്ലായ്മ ചെയ്ത് ഒരു പരിച പോലെ നിന്നെ കാത്തു സൂക്ഷിച്ചത് നിൻ്റെ അച്ഛനാണ്. വൈദ്യനിൽ നിന്ന് നിൻ്റെ ശരീരത്തിൽ വാളിൽ നിന്ന് വിഷമേറ്റിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ദൂരെ എവിടെ നിന്നോ മരുന്ന് തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് കൊടുത്തതും നിൻ്റെ അച്ഛൻ തന്നാണ്. ഇനിയും നീ ഇങ്ങനെയൊക്കെ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചാൽ ജീവിതയുദ്ധത്തിൽ നീ ഒരിക്കലും വിജയിക്കില്ല. കൂട്ടുകാരിൽ നിന്നും അച്ഛനെക്കുറിച്ച് കേട്ടറിഞ്ഞ അയാൾ അച്ഛൻ്റെ കൂടാരത്തിലേക്ക് ഓടി. അവിടെ അച്ഛൻ യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അയാൾ അച്ഛൻ്റെ കാൽ തൊട്ട് സാഷ്ടാംഗം പ്രണമിച്ചു. കാലിൽ കണ്ണീരിൻ്റെ നനവറിഞ്ഞ് ആ പിതാവ് മകൻ്റെ ശിരസിൽ വലം കൈ വെച്ചുകൊണ്ട് ഇടം കൈകൊണ്ട് താങ്ങി എഴുന്നേൽപ്പിച്ചു. തന്നെ എഴുന്നേൽപ്പിച്ച കൈകളിലേക്ക് മിഴി നട്ടപ്പോൾ അയാൾ കണ്ടു അച്ഛൻ്റെ കയ്യിലെ വെട്ടുകൊണ്ട പാടുകൾ. അവ തനിക്കേറ്റവയേക്കാൾ ആഴമുള്ളതാണെന്നറിവുണ്ടായപ്പോൾ അയാളുടെ കണ്ണിലെ ജലധാരയ്ക്ക് വേഗം കൂടി. മഴയുടെ സൗന്ദര്യത്തെയും കുളിരിനെയും പറ്റി കവിത എഴുതിക്കൊണ്ടിരുന്ന കവി ദ്രവിച്ച ഓലക്കീറിനടിയിൽ കൂടി താഴെ കൂർന്നു പതിച്ച മഴവെള്ളം മണ്ണെണ്ണ വിളക്കണച്ചപ്പോൾ പറഞ്ഞതിങ്ങനെയായിരുന്നു: നശിച്ച ഒരു മഴ,
നിയന്ത്രണരേഖ. ആറ്റം ബോംബിനെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് മുന്നേറിയ പാറ്റപ്പാപ്പി ആരോ വരച്ച വെളുത്ത വരയിൽ തട്ടിമറിഞ്ഞു വീണ് പിടഞ്ഞു മരിച്ചു. ആറ്റം ബോംബിൻ്റെ മാരകശക്തിയെ പ്രതിരോധിക്കാൻ തക്കതായ ശരീരമുള്ള പാറ്റയും നിസ്സാരമായി മരണത്തിന് കീഴടങ്ങും. ഭഗവാനും ഭക്തനും. ഭക്തൻ തൻ്റെ മുമ്പിലെറിഞ്ഞുടച്ച നാളികേരത്തിൻ്റെ ഒരു തുണ്ട് കഴിച്ചു നോക്കുന്നതിനായി ഭഗവാൻ ശ്രീകോവിലിനുള്ളിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും താൻ എറിഞ്ഞുടച്ച തേങ്ങയുടെ അവസാന തുണ്ടും സഞ്ചിയിലാക്കി അതിലൊരു മുറി വായിലിട്ട് ചവച്ചുകൊണ്ട് ഭക്തൻ നടന്നു നീങ്ങിയിരുന്നു. അവകാശികൾ. കാലിത്തൊഴുത്തിൻ്റെ ലോൺ കള്ളുകുപ്പിയിലാക്കി നേതാക്കന്മാരും മുതലാളിമാരും ഗ്ലാസ്സിലേക്ക് പകർത്തി അത് കാടി കുടിക്കും പോലെ കുടിക്കുമ്പോൾ പെരുമഴയിൽ തലയൊളിക്കാൻ ഇടം കിട്ടാഞ്ഞ് പാവം പരമവും അദ്ദേഹത്തിൻ്റെ പശുക്കളും പൊളിഞ്ഞു വീഴാറായ ഓലക്കൂരയുടെ മഴവെള്ളം വീഴാത്ത മറകൾ തേടുകയായിരുന്നു. മൂർത്തി. മിഷ്ടാന ഭോജനം. നേരം വണ്ണം കുളി, നല്ല വസ്ത്രം, നല്ല അലങ്കാരങ്ങൾ. പുതിയതായി ഉടലെടുത്ത മൂർത്തിക്ക് ക്ഷാ പിടിച്ചു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഭക്തപ്രമുഖർ മൂർത്തിയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നല്ലൊരു എഴുന്നള്ളിപ്പ് നടത്തിയ ശേഷം അടുത്ത് കണ്ട നദിയിൽ മുക്കിത്താഴ്ത്തി. താഴ്ന്നുമ്പ് മൂർത്തി ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി. അപ്പോൾ ഭാരതത്തിൻ്റെ യുവ തേജസ്സായിരുന്ന സന്യാസി വര്യൻ്റെ ശബ്ദം അവിടെ അലയടിച്ചെത്തി. ക്ഷേത്രത്തിൽ ജനിക്കാം, ക്ഷേത്രത്തിൽ മരിക്കരുത്. പൂർണ്ണമായി മുങ്ങുന്നുമ്പ് മൂർത്തി ചോദിച്ചു, ആര്? ചോദ്യം ആരെങ്കിലും കേട്ടുവോ എന്തോ. ഒരുപോലെ പുതുതായി ശവക്കല്ലർക്കുള്ളിൽ വീണ മിസ്വേളിൻ്റെ ശവം തിന്നു തുടങ്ങിയ ബാക്ടീരിയ കുഞ്ഞു ഭാര്യ പൊടിക്കുഞ്ഞിനോട് പറഞ്ഞു, ഇന്നലെ നമ്മൾ കഴിച്ചു തീർത്ത കുഷ്ഠം വന്ന് മരിച്ച മറിയാമ്മ ചേട്ടത്തിയുടെ ശവത്തിൻ്റെ അതേ രുചി. ലോങ് സൈറ്റ്. ചന്ദ്രൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാതോരാതെ പാടിക്കൊണ്ടിരുന്ന ഭൂമിയുടെ അടുത്തേക്ക് ചന്ദ്രൻ യാത്ര ആരംഭിച്ചു. തൊട്ടുമുമ്പിൽ ചന്ദ്രനെ കണ്ടപ്പോൾ ഭൂമി പറഞ്ഞതിങ്ങനെയായിരുന്നു, അയ്യേ, നിന്റെ മുഖം നിറയെ കുണ്ടും കുഴിയുമാണല്ലോ. നാടിന് നടുവേ. ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന രാജുവിൻ്റെയും രാധയുടെയും വർഷങ്ങളായിട്ടുള്ള നിലവിളി കേട്ടുമടുത്ത മായാവി അവർക്കൊരു മൊബൈൽ ഫോൺ സമ്മാനിച്ചിട്ട് പറഞ്ഞു, വളരെ അത്യാവശ്യമാണ്, ഒരു മിസ് കോൾ, അത്രമാത്രം. വളവ്. സദാസമയവും തൻ്റെയും തൻ്റെ വർഗ്ഗക്കാരുടെയും കുറ്റം പറയുന്ന മനുഷ്യന് നേരെ വിശ്വസ്തനും കർമ്മനിരതനുമായ നായ തൻ്റെ വാൽ മുറിച്ചിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആദ്യം താൻ തൻ്റെ ബുദ്ധിയുടെ വളവ് തീർക്ക്, പിന്നെ മതി പട്ടികളുടെ വാലിൻ്റെ വളവ് തീർക്കാനായി 12 കൊല്ലം. പിന്നെ ആ നാൽക്കാലി അവിടെ നിന്നില്ല, ചോരയൊലിപ്പിച്ച് എവിടേക്കോ ഓടി മറിഞ്ഞു. യുക്തി. മഴക്കാറിനെതിരെ സമരം പ്രഖ്യാപിച്ചു എന്ന കേസ് ചാർജ് ചെയ്ത് നീർക്കോലി പോലീസ് മാക്രി കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്ത് അകത്താക്കി. സമരം. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരായി ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേന അയാളോട് പറഞ്ഞു, ഇനിയും വയ്യ, വയറിനുള്ളിൽ തുള്ളി മഷിയില്ല, രാവിലെ തുടങ്ങിയതല്ലേ, പേപ്പറിൽ കൂടിയുള്ള വിശ്രമമില്ലാത്ത ഈ പരക്കം പാച്ചിൽ. തൻ്റെ ചിന്താധാരയെ കീറിമുറിച്ച മഷിപ്പേനയെ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് അയാൾ നിഷ്കരണം അതിൻ്റെ നിബ്ബ് കുത്തിയൊടിച്ച് പ്രതികാരം ചെയ്തു. ശേഷം വേറൊരു ബോൾ പെൻ എടുത്ത് എഴുത്ത് തുടർന്നു. തൊഴിലാളി വർഗത്തെ ബഹുമാനിക്കാതെയും അവർക്കർഹമായ പരിഗണന നൽകാതെയും ഇരിക്കുന്ന ഈ ലോകം രക്ഷപ്പെടുന്ന കാര്യം വളരെ പ്രയാസമാണ്. താഴേന്നൊരു തൊഴി. തന്നെ സ്പർശിച്ചില്ലാതാക്കാൻ ശ്രമിച്ച ജലത്തെ പുകഴ്ത്തി. അടുപ്പിന് മുകളിൽ മൺകൊട്ടാരമുണ്ടാക്കി അതിൽ വാഴിച്ചിട്ട് അഗ്നി അതിനടിയിൽ വാസം തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ പൊള്ളിക്കുടർന്ന് ചെറുകുമ്മളുകളായി ജലം കൊട്ടാരത്തിൽ ചാടിക്കളിച്ചു. പിന്നെ നിൽക്കൊള്ളിയില്ലാതെ ചെറുതായി നേർത്ത് മുകളിലേക്ക്. മരിക്കാൻ. കുളത്തിൽ ചാടി മരിക്കാനെത്തിയ കിട്ടുകുറുക്കനെ നോക്കി തങ്കപ്പൻ തവള പറഞ്ഞു, ചുമ്മാതാടാ, ഈ വെള്ളത്തിൽ ചാടിയ താൻ ചാകില്ല, എന്തേ നോക്ക് എന്ന് പറഞ്ഞ് തവളത്തങ്കപ്പൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. തവളത്തങ്കപ്പൻ ഒന്നും പറ്റിയില്ലെന്ന് മനസ്സിലാക്കിയ കിട്ടുകുറുക്കൻ ആത്മഹത്യാമോഹം ഉപേക്ഷിച്ച് തിരിച്ചു നടന്നു. ശക്തി. ചുള്ളിക്കമ്പിനെ പുച്ഛത്തിൽ തട്ടിത്തെറിപ്പിച്ച അയാൾ ചൂരൽക്കമ്പിലൊന്ന് വെട്ടിയെടുത്ത് മല കയറാൻ തുടങ്ങി. ചൂരൽക്കാടുകളെ ചവിട്ടിമെതിച്ച് കാട്ടാനകൾ താഴേക്കിറങ്ങുമ്പോൾ അയാൾ ഭയന്നോടി. അപ്പോൾ അയാൾ തട്ടിത്തെറിപ്പിച്ച ചുള്ളിക്കമ്പിന് മുകളിലൂടെ കിട്ടൻ കട്ടുറുമ്പ് ചെറിയൊരു നീർച്ചാലിന് മറുകരയെത്തിയിരുന്നു. രക്തസാക്ഷി. തീപ്പെട്ടിക്കൂടിൻ്റെ സൈഡിലേക്ക് ചാടിക്കയറി തലകുത്തിമറിഞ്ഞ് ഒരഗ്നികുണ്ഡം സൃഷ്ടിക്കുന്നതിനായി പെട്രോൾ നിറഞ്ഞ വീതിയിലേക്ക് തീപ്പെട്ടിക്കുള്ളി രമേശനെടുത്ത് ചാടിയപ്പോൾ
കൂടിനുള്ളിൽ തീപ്പെട്ടിക്കോലുകൾ തമ്മിൽ അടുത്ത ഓപ്പറേഷന് ആര് ബലിയാകും എന്ന ചർച്ച നടത്തുകയായിരുന്നു. നീതിബോധം. 1000 ബാണങ്ങളെ തടഞ്ഞു നിർത്തി 10,000 ബാണങ്ങളെ എതിരാളികൾക്ക് നേരെ പായിച്ച് അവരെ യമപുരിക്കയച്ച വില്ലാളി വീരൻ രാത്രിയിൽ തൻ്റെ കൂടാരത്തിൽ പറന്നെത്തിയ കൊച്ചു കൊതുകിൻ കൂട്ടങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് പുലമ്പി. ആയുധമില്ലാത്തവനോടും സ്ത്രീകളോടും ആണുങ്ങൾ യുദ്ധം ചെയ്യില്ല, അതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. പെയിൻറ്റിങ്. മങ്ങിത്തുടങ്ങിയ മഴവില്ലിന് നിറം ചാർത്താമെന്ന കരാറെടുത്ത പെയിൻറ് കമ്പനിക്കാർ സ്റ്റാൻഡും ബ്രഷും പെയിൻറ്റുമായി എത്തിയപ്പോഴേക്കും മഴവില്ല് മാഞ്ഞു പോയിരുന്നു. യാത്രയ്ക്ക് മുമ്പ് വിഗ്രഹാരാധനയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കാറുള്ള അയാൾ അന്നും പ്രസംഗത്തിന് ഇറങ്ങും മുമ്പ് തൻ്റെ ഗുരുവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ ചെന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഗുരുവേ, എൻ്റെ വാക്കുകൾക്ക് ശക്തി തരണമേ. തീർത്ഥയാത്ര. പാക്കരന് ഒരാഗ്രഹം. തീർത്ഥാലയങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം, എല്ലാവരുടെയും ആശീർവാദം വാങ്ങി തന്നെ പോകണം. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നാട്ടുകാരും വീട്ടുകാരും പാക്കരനെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ചു. പുറപ്പെടുന്നതിനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് നാടിൻ്റെ പൊന്നോമനയായ ശങ്കുണ്ണി ഓടി വന്ന് പാക്കരൻ്റെ കാലിൽ വീണത്. എൻ്റെ എല്ലാ ഉയർച്ചകൾക്കും കാരണം അങ്ങയുടെ ഉദാരതയും മഹാമനസ്കതയുമാണ്. അതുകൊണ്ട് ഈ പാതകങ്ങൾ ധരിച്ച് തന്നെ അങ്ങ് യാത്ര ചെയ്യണം. താൻ മകനെ പോലെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ തന്ന ചെരുപ്പ് ധരിക്കാനൊരുങ്ങുമ്പോൾ പാക്കരൻ കണ്ടു അതിൽ പതിപ്പിച്ചിരിക്കുന്ന മഞ്ഞത്തിളക്കവും രത്നം പോലുള്ള കല്ലുകളും. സംശയിക്കേണ്ട, ഒറിജിനലാണ്. 91.6. എങ്ങനെ അങ്ങയുടെ സ്നേഹം പരിശുദ്ധം, അതുപോലെ തന്നെ പൊന്നും രത്നങ്ങളും പരിശുദ്ധം. പെട്ടെന്ന് പാക്കരൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, അമ്പട ഞാനേ. ഓരോ ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങുമ്പോഴും പാക്കരൻ്റെ ഉള്ളിലെ ചിന്ത ഒന്നു മാത്രമായി. ദേവാലയത്തിന് പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണരത്നാലങ്കൃതമായ ചെരുപ്പുകൾ. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയ പാക്കരനോട് ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഈശ്വരന്മാരെല്ലാം തൃപ്തരല്ലേ അങ്ങിൽ? അകത്തെ ഭാരങ്ങളൊക്കെ കുറഞ്ഞോ? പാക്കരൻ ദുഃഖിതനായി പറഞ്ഞു, പിന്നെ ഒരേ ഒരു ചിന്ത മാത്രം, ഈ ചെരുപ്പുകളുടെ സംരക്ഷണം. ഈ ചെരുപ്പിൻ്റെ സ്ഥാനത്ത് ഈശ്വരനായിരുന്നു എങ്കിൽ സത്യമായും സ്വർഗത്തിൽ ചെല്ലേണ്ട സമയം ഇതിനു മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയം വിലപിച്ച് കുളിക്കുക കൂടി ചെയ്യാതെ കട്ടിലിലേക്ക് മറിഞ്ഞ പാക്കരനെ നോക്കി ഭാര്യ പറഞ്ഞു, ഇതെന്താണോ പറ്റിയത്? പൂജ്യൻ. പാക്കരന് ഒരാഗ്രഹം. ഈശ്വരനെ ഒന്ന് കാണണം, 4 വാക്ക് കേൾക്കണം, 4 വാക്ക് പറയണം. തപസ് തന്നെ ചെയ്തേക്കാം. വീടും ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് ആളുമനക്കവുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി പാക്കരൻ തപസ് തുടങ്ങി. ഇന്ദ്രനു പോലും പേടിയായി. ഇനി സ്വർഗം വല്ലതും തട്ടിയെടുക്കാനുള്ള പ്ലാനും പാക്കരനുണ്ടോ എന്നറിയില്ലല്ലോ. ഉർവശി, മേനക, രംഭ, തിലോത്തമമാർ ഡാൻസിൻ്റെ പുതിയ മുറകൾ തന്നെ പരീക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അതേസമയം സർവേശ്വരനും തോന്നി ഒന്നങ്ങോട്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ചേക്കാം. ഭഗവാൻ തൻ്റെ വരദാനീയ ഹസ്തങ്ങൾ നീട്ടി. അനുഗ്രഹവർഷം തുടങ്ങാനൊരുങ്ങുമ്പോഴതാ ഒന്നാന്തരം മണിനാദം മുഴങ്ങുന്നു. അത് തുടരുമ്പോൾ സാക്ഷാൽ ഭഗവാൻ കൂടി ആനന്ദ നിർവൃതിയിൽ ആറാടിയതുപോലെയായി. ശബരിമലയിലോ രാമേശ്വരത്തോ പോലും ലഭിക്കാത്ത സ്വരമാധുര്യമേയുള്ള നല്ല ഒന്നാന്തരം മണിനാദം. പെട്ടെന്ന് പാക്കരൻ കണ്ണു തുറന്നു. തൻ്റെ പോക്കറ്റിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്ന ചതുരത്തിലുള്ള കുഞ്ഞിപ്പെട്ടിയുടെ പള്ളയ്ക്ക് ചൂണ്ടുവിരൽ കൊണ്ട് ഒരു കുത്തു കൊടുത്തിട്ട് ചെവിയോട് ചേർത്ത് പിടിച്ചു. അനുഗ്രഹിക്കാനായി ഒരുങ്ങി നിന്ന ഭഗവാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ പിന്നിൽ ചമ്മിയ മുഖങ്ങളുമായി ഇന്ദ്രനും ഡാൻസ് ട്രൂപ്പും. അപ്പോൾ പാക്കരൻ്റെ ചതുരപ്പെട്ടി പാക്കരൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, ഇപ്പോൾ നിങ്ങളുടെ പ്രൈമറി ബാലൻസ് 0 രൂപ 0 പൈസ 000. തെളിവ്. നിരീശ്വരവാദത്തിൻ്റെ ഉത്തംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുന്ന അയാളുടെ അരികിൽ സാക്ഷാൽ ഈശ്വരനൊരിക്കൽ ചെല്ലുകയുണ്ടായി. ഭഗവാൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ വിശ്വരചയിതാവായ സർവേശ്വരനാണ്. നിരീശ്വരവാദി അവിശ്വാസത്തോടെ തലവെട്ടിച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് പ്രൂഫ് വേണം. ഈശ്വരൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, താങ്കളുടെ ID 100% സത്യമാണോ? നിരീശ്വരവാദി, പിന്നല്ലാണ്ട്. പറച്ചിലിനൊപ്പം മേശവലിപ്പ് തുറന്ന് ID പ്രൂഫും SSLC ബുക്കും മറ്റ് സർട്ടിഫിക്കറ്റുകളും എടുത്ത് ഈശ്വരനെ നേരെ നീട്ടി.
ഈശ്വരൻ അത് മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. വിശ്വനാഥൻ, വയസ്സ് 48, മാതാവ് സരോജിനിയമ്മ. ഇത് 100% ശരിയാണോ? നിരീശ്വരവാദി, പിന്നല്ലാതെ എഴുതി ഒപ്പിട്ട സാധനങ്ങളല്ലേ. ഈശ്വരൻ, വിശ്വനാഥൻ, വിശ്വത്തിൻ്റെ നാഥൻ എന്നർത്ഥം. ഇത് ശരിയാണോ? ആ, മനുഷ്യൻ അങ്ങനെയൊക്കെ പല പേരും ഇടും. അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് വിലങ്ങ് തടിയാകരുത്. അതുകൊണ്ട് അത് വിട്. ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്ക്. ദൈവം അവന് മുമ്പിൽ ആകാശത്തിലൊരു ചതുരം വരച്ചു. അതിനുള്ളിൽ ഒരു ഹോസ്പിറ്റൽ ദൃശ്യമായി. പിറന്നു വീണ കുട്ടികളെ പരിരക്ഷിക്കുന്ന നേഴ്സുമാർ. അപ്പോൾ ജനിച്ച കുട്ടിയെ മാറ്റുന്നതിനായി അവരടുത്ത മുറിയിലേക്ക് നടക്കുന്നു. അവിടെ കിടക്കയിൽ കിടക്കുന്ന അമ്മയെ നോക്കി നിരീശ്വരവാദി, എൻ്റെ അമ്മ. അതെ, നിൻ്റെ അമ്മ തന്നെ. അടുത്ത് കിടക്കുന്നത് നീയാണ്. നീ നിന്നെ കാണുന്നുണ്ടോ? നിരീശ്വരവാദി ചെറു ചിരിയോടെ പറഞ്ഞു. കറുത്തതാണെങ്കിലും എത്ര സുന്ദരനായിരുന്നു ഞാൻ. സോ ക്യൂട്ട്. പെട്ടെന്ന് ആശുപത്രിക്കുള്ളിലേക്ക് തോക്കേന്തിയ ഒരു കൂട്ടം കലാപകാരികൾ എത്തപ്പെടുന്നു. പലരെയും അവർ കൊന്നു തള്ളുമ്പോൾ അമ്മമാരും ബന്ധുക്കളും താങ്കളുടെ കുട്ടികളെയും എടുത്തു ഓടുന്നു. നിരീശ്വരവാദി ഭയന്ന് വിറച്ചു. അയ്യോ, എൻ്റെ അമ്മ. ദൈവം, കാണ്. അമ്മയെ താങ്ങി എഴുന്നേൽപ്പിച്ച് നടത്താൻ ശ്രമിക്കുന്ന അച്ഛൻ. അമ്മയുടെ കണ്ണുകൾ നഴ്സറിയിലേക്ക് നീളുന്നു. എൻ്റെ മോനെ എന്നലറി വിളിച്ച് അവർ കരഞ്ഞപ്പോൾ ഭർത്താവ് അവരെ കട്ടിലിലിരുത്തി നഴ്സറിക്ക് നേരെ ഓടുന്നു. നഴ്സറിയിൽ നിന്ന് കുട്ടിയെ എടുത്ത് ഓടി ഭാര്യയ്ക്കരികിലെത്തി. അവരുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിരീശ്വരവാദി ദൈവത്തെ തോണ്ടി വിളിച്ചു. ഒരു ശകലം റിവൈൻഡ് അടിച്ച്. ദൈവം ഓടിപ്പോയ ദൃശ്യങ്ങളെ വീണ്ടും സ്ക്രീനിൽ തിരികെ കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, നോക്ക്, ഞാൻ അമ്മയോടൊപ്പം കിടന്നപ്പോൾ കറുത്തതല്ലായിരുന്നു. ഇപ്പോൾ ദാ അവരുടെ കയ്യിലിരിക്കുന്ന കുട്ടി വെളുത്തതാണ്. അത് ഞാനല്ല. ദൈവം, അത് നീയല്ലേ? പിന്നെ നീ ആരാണ്? നിരീശ്വരവാദി ചിന്തിച്ചുകൊണ്ട്, അത് ഞാനല്ലെന്നല്ല. ഞാൻ ആരാണ്? ആരുടെ കുട്ടിയാണ്? ദൈവം, പ്രൂഫ് വേണ്ടേ ഞാൻ ദൈവമാണെന്നതിന്? നിരീശ്വരവാദി, വേണ്ട, ആദ്യം ഞാൻ ആരാണെന്ന് ആദ്യം തെളിയിക്കുക പ്ലീസ്.